നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇടുക്കി പാർലമെന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനവും റോഡ് ഷോയും മൂവാറ്റുപുഴയിൽ നടന്നു. പാർലമെന്റിലും പുറത്തും നാടിന്റെ നന്മയ്ക്കായി ശബ്ദമുയർത്തിയ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ഇത്തവണ വിജയം ഉറപ്പാണെന്ന് മൂവാറ്റുപുഴയിലെ LDF പ്രവർത്തകർ വിലയിരുത്തുന്നു. കാർഷിക മേഖലയ്ക്കൊപ്പം നിന്ന് വികസന പദ്ധതികൾ നടപ്പാക്കിയ മുൻ MP ജോയ്സ് ജോർജിന് മൂവാറ്റുപുഴയിലെ പര്യടനത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് എല്ലായിടത്തും ലഭിച്ചത്. പാർലമെന്റിലും പുറത്തും നാടിന്റെ നന്മയ്ക്കായി ശബ്ദമുയർത്തിയ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ഇത്തവണ വിജയം ഉറപ്പാണെന്ന് മൂവാറ്റുപുഴയിലെ വോട്ടർമാർ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനവും റോഡ് ഷോയും മൂവാറ്റുപുഴയിൽ നടന്നു. കാർഷിക മേഖലയായ മൂവാറ്റുപുഴയ്ക്കൊപ്പം നിന്ന് വികസന പദ്ധതികൾ നടപ്പിലാക്കിയ മുൻ MP കൂടിയായ ജോയ്സിന് മൂവാറ്റുപുഴയിലെ പര്യടനത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഓരോ കേന്ദ്രത്തിലും ലഭിച്ചത്. വൈകിട്ട് മൂവാറ്റുപുഴ ചാലിക്കടവ് പാലം കവലിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊഴിലാളികൾ, വിവിധ മേഖലകളിലുള്ളവർ, LDF പ്രവർത്തകർ എന്നിങ്ങനെയുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് റോഡ് ഷോയിൽ അണിചേർന്നത്. നഗരം ചുറ്റിയ റോഡ് ഷോ 130 കവലയിൽ സമാപിച്ചു. നമ്മളുടെ നാടും നമ്മുടെ രാജ്യവും നേരിടുന്ന ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. വന്യജീവികളുടെ ആക്രമണം മൂലം നമ്മളുടെ ആളുകൾ മരണപ്പെടുമ്പോൾ അതിന് ശാശ്വത പരിഹാരമുണ്ടാകുന്നതിനുള്ള ശാസ്ത്രീയമായ സമീപനവും നിയമപരമായ പരിഹാരവും ഉണ്ടാകേണ്ടതുണ്ട്. പാർലമെന്റിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെടേണ്ടതുണ്ട്. നാണ്യവിളകൾ, നമ്മളുടെ മറ്റ് കാർഷിക മേഖലയുമായി നാണ്യങ്ങളുടെ വില തകർച്ച, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ, ഇതെല്ലാം കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുകയും അതിന് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടിയുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. LDF നേതാക്കളായ PR മുരളീധരൻ, PM ഇസ്മയിൽ, N അരുൺ, ബാബു പോൾ, എൽദോ എബ്രഹാം, ഷാജി മുഹമ്മദ്, KP രാമചന്ദ്രൻ, ജോളി പൊട്ടയ്ക്കൽ, അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ്, വിൽസൺ നെടുങ്കല്ലേൽ, ഇമ്മാനുവൽ പാലക്കുഴി, കുഞ്ഞൻ ശശി തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ